പിന്നെ ഞങ്ങൾ പോയത് ബിഗ് ഡബ്ല്യൂയിലേക്കാണ്. ബിഗ് ഡബ്ല്യൂയിൽ എന്തിനാണ് പോയെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ഞാൻ അവിടുന്ന് കുറേ ബോഡി വാഷൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് കൂടുതലും ബോഡി വാഷായിരുന്നു എടുത്തത്. ഞങ്ങളിപ്പം എപ്പിങ്ങിലെത്തി. ഇവിടുന്ന് എങ്ങോട്ട് പോകുമായിരുന്നു? കെമിസ്റ്റ് വെയർ ഹൗസ്. അവിടെ കെമിസ്റ്റ് വെയർ ഹൗസ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കെമിസ്റ്റ് വെയർ ഹൗസിലൂടെ ഞങ്ങൾക്ക് കയറണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പിങ്ങിലോട്ട് വന്നേ. ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ ഷോപ്പിലോട്ട് വന്ന് കുറച്ച് സാധനം ഇവിടുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഇതിനിടയിൽ ഞങ്ങൾ കെമിസ്റ്റ് വെയർ ഹൗസിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയേ. പിന്നെ ഇത് വിന്നീസ് ഷോപ്പാണ്. ഇവിടെ കുറേ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് നമുക്ക് വില കുറഞ്ഞ് കിട്ടും കേട്ടോ. ഒട്ടുമിക്ക എല്ലാ പ്രോഡക്റ്റ്സും ഉണ്ടായിരുന്നു. ക്ലോത്ത്സ് ഉണ്ടായിരുന്നു, പിന്നെ ഷോ പീസ് ഐറ്റംസ് ഉണ്ടായിരുന്നു, പിന്നെ ചെരുപ്പുകളുണ്ടായിരുന്നു, മാലകൾ, പിന്നെ പെട്ടികൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. എനിക്ക് ഈ ഷോപ്പിൽ കയറിയപ്പോൾ മുതൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഐറ്റംസൊക്കെ ഒരു കാലത്ത് ആരുടെയൊക്കെയോ ബിലോങ്ങിങ്സ് ആയിരുന്നല്ലോ. എല്ലാ ഐറ്റംസിനും എന്തെങ്കിലുമൊക്കെ സ്റ്റോറി പറയാൻ കാണുമല്ലേ. എസ്പെഷ്യലി ഈ ടോയ് സെക്ഷനിൽ വന്നപ്പം ഏതോ ഒരു കുട്ടിയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോയ് ആയിരിക്കണമായിരുന്നല്ലോ ഒരു കാലത്തത്.